ഹലോ ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ തന്നെ കെട്ടി ഒരുങ്ങി ഒന്ന് ഹോസ്പിറ്റൽ വരെ പോവാണ്. ഇന്നെൻ്റെ ഇഞ്ചക്ഷൻ ഡേ ആണ് ഗൈസ്. ഈ ഇഞ്ചക്ഷന് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്, അത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഞാനൊരു 3 months ബിഫോർ, കറക്റ്റ് 3 months ബിഫോർ എനിക്കൊരു സിവിയർ പെയിൻ വരികയാണ് വയറിൻ്റെ വലത്തെ സൈഡിലായിട്ട്. ഉള്ളിലൊരു മുറിവുള്ള പോലത്തെ ഫീൽ. അപ്പോൾ എനിക്കൊരു 3 years ബിഫോർ എനിക്ക് ഒരു സർജറി ലാപ്രോസ്കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്റ്റിച്ചിൽ എന്തെങ്കിലും പ്രശ്നം വന്നതാണെന്ന്. അപ്പം ഞാൻ ആ ടൈമിൽ എനിക്ക് ഒവേറിയൻ സിസ്റ്റ്, പിന്നെ സ്റ്റെം അപ്പൻഡിക്സ്, പിന്നെ മെസൻട്രിക് ലിംഫ് നോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു സർജറി ആയിരുന്നു അതിന് ശേഷം ഒരു പ്രശ്നമില്ലായിരുന്നു. പിന്നെ വരുന്നത് ഈ 3 months ബിഫോറാണ്. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി, ഗൈനക്കോളജിയിലായിരുന്നു കൺസൾട്ട് ചെയ്തത്. അപ്പോൾ ഡോക്ടർ എനിക്ക് സ്കാൻ ചെയ്തപ്പം അഡിനോമയോസിസ് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഒരു പാപ്സ്മിയർ ടെസ്റ്റും കൂടെ ചെയ്യുക. ഒരു പതോളജി ടെസ്റ്റാണ്, നമുക്ക് ക്യാൻസർ കൺഫേം ആയിട്ട് ചെയ്യുന്നതൊന്നുമല്ല, ജസ്റ്റ് ഒരു സ്ക്രീനിങ് പോലെയാണ് അത് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് പാപ്സ്മിയർ ടെസ്റ്റ് ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ഒവേറിയൻ സിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, ആ ടൈമിൽ ഹെമറേജിക് ആയിരുന്ന സമയത്തൊക്കെ എനിക്ക് ചെയ്തതാണ്. അന്നൊക്കെ നെഗറ്റീവായിരുന്നു. ഇന്നും എൻ്റെ കുട്ടികളുടെ ഭാഗ്യം കൊണ്ട് എനിക്കിന്നും അത് നെഗറ്റീവായിട്ടുണ്ട്. അതൊന്നും അത്ര ഇഷ്യൂ ഉള്ള കാര്യമല്ല. ലേഡീസ് ഇയർലി അതൊരു തവണയെങ്കിലും ചെയ്യണമെന്നൊക്കെയാണ് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞത്. എൻ്റെ ഡോക്ടർ ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ, എല്ലാ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുകയൊക്കെ ചെയ്യും. അപ്പോൾ എനിക്കിപ്പം ഡോക്ടർ 3 months ഓരോ ഡോസ് വെച്ചിട്ട് ഒരു ഇഞ്ചക്ഷൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ ഈ യൂട്രസിൽ എന്തോ ഒരു സംഭവം ഒന്ന് ചുരുങ്ങി പോകാനുണ്ട്. അത് ചുരുങ്ങുന്നതനുസരിച്ച് ഇത് ഓക്കെ ആയിക്കോളും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ചുരുങ്ങാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷനാണ് അത്. ഇപ്പം ഞാൻ 2 ഡോസ് വെച്ച്, ഫസ്റ്റ് ഡോസ് വെച്ച് സെക്കൻഡ് ഡേറ്റ് ആയപ്പോഴത്തേക്ക് എനിക്ക് പെയിൻ പിന്നെയും വന്നു. സെക്കൻഡ് ടൈമും അതുപോലെ തന്നെ. ഇപ്പോൾ തേർഡ് ടൈം ആയപ്പോൾ എനിക്ക് പനി വന്നു. അപ്പോൾ പനി വന്നപ്പോൾ 5 ദിവസം ലേറ്റായി. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഇനിയിപ്പോൾ എടുക്കണോ ഒന്നേന്ന് തുടങ്ങണോ എന്നുള്ളൊരു ഡൗട്ടായപ്പോൾ ഞാൻ ആദ്യം ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്ത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, 5 ദിവസമല്ലേ ലേറ്റ് ആയുള്ളൂ, നമുക്ക് തേർഡ് ഡോസും ഇപ്പം തന്നെ എടുക്കാം, എന്നിട്ട് അതങ്ങ് ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിങ്ങനെ പെയിൻ്റെ ഒരു ഹിസ്റ്ററി പിന്നെ വന്നതെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി അടുത്ത ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, ആ ടൈം തൊട്ട് എനിക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ജസ്റ്റ് പെയിനൊന്ന് കുറയാൻ വേണ്ടിയിട്ടുള്ള മെഡിസിനൊക്കെ തന്നിട്ടുമുണ്ട്. ഞാൻ ഇങ്ങനൊരു കാര്യം ഷെയർ ചെയ്യാൻ കാരണം എൻ്റെ വ്യൂസിൽ ഏറ്റവും കൂടുതൽ ലേഡീസാണുള്ളത്. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ കാണുക. അപ്പോൾ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.